മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിയെ നീക്കുവാനുള്ള പ്രമേയം പാസാക്കിയത് പ്രതിപക്ഷത്തോട് യാതൊരുവിധ അഭിപ്രായമോ ചർച്ചയോ ചെയ്യാതെയെന്ന് നഗരസഭാ കൗൺസിലർ ജി മനോജ്. തികഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിച്ച സെക്രട്ടറിയെ മാറ്റിയത് തികച്ചും ഏകപക്ഷീയമായ ഭരണപക്ഷത്തിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം ആരോപിച്ചു. മൂവാറ്റുപുഴ മുനിസിപ്പൽ സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷി അംഗങ്ങൾ സ്വമേധയാ കൈയടിച്ച് പ്രമേയം പാസാക്കുകയാണുണ്ടായതെന്നും നാളിതുവരെ കണ്ടിട്ടില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ് നഗരസഭയിൽ ഇന്നുണ്ടായതെന്നും ഒരു ചർച്ച പോലും ചെയ്യാതെ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം പോലും ആരായാതെയാണ് ഭരണകക്ഷികൾ സെക്രട്ടറിക്കെതിരെ ഈ തീരുമാനത്തിലേക്കെത്തിയതെന്നും BJP അംഗം ജി മനോജ് പറഞ്ഞു. ഈ സെക്രട്ടറിയെ മാറ്റണം, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുതിയ ഭരണസമിതിക്ക് ഒരു ഉൾവിളി തോന്നുകയാണ്. ഈ സെക്രട്ടറിക്ക് ഭരണപരിചയമില്ല, ഈ സെക്രട്ടറിക്ക് മുനിസിപ്പൽ നിയമങ്ങൾ അറിയില്ല എന്നുള്ളത്. PSC പോലെയുള്ള വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനത്തിൽ ടെസ്റ്റുകളും അഭിമുഖ പരീക്ഷയും എല്ലാം പാസ്സായി വന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയ്ക്ക് മുനിസിപ്പൽ നിയമങ്ങളെക്കുറിച്ച് അറിവില്ല എന്ന് പറയുന്നത് ആ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ കൂടാതെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ പറയുന്നത് ചെയർപേഴ്സൻ്റെ ഉത്തരവുകൾ സെക്രട്ടറി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ചെയർപേഴ്സണെ മറികടന്നുകൊണ്ട് ഉത്തരവുകൾ ഇറക്കുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ചെയർപേഴ്സണ് ഇതിൽ വിയോജിപ്പുണ്ടെങ്കിൽ ഒരു നോട്ടീസെങ്കിലും കൊടുത്ത് ഈ സെക്രട്ടറിയെ വിളിച്ച് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയോ അതിനൊരു വിശദീകരണം തേടുകയോ നാളിതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഒരു തികഞ്ഞ വ്യക്തി വൈരാഗ്യം കൊണ്ട് മാത്രമാണ് ഈ സെക്രട്ടറിയുമായിട്ടുള്ള ഇഷ്യൂ തുടങ്ങാൻ കാര്യം എന്നുള്ളതാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് അപലപിക്കേണ്ടതാണ്. ഏകാധിപത്യപരമായിട്ടുള്ളൊരു സമീപനമാണ് ചെയർപേഴ്സൻ്റെയും ഭരണകക്ഷി അംഗങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടായത്. നാളിതുവരെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി മാത്രമേ സെക്രട്ടറി പ്രവർത്തിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ 1.5 വർഷക്കാലത്തിലേറെയായി സെക്രട്ടറി ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങൾ പ്രശംസനീയമാണ്. മാത്രമല്ല PSC പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്ത് ഈ പൊസിഷൻ വരെ എത്തിയ ഒരാളെ അവഹേളിക്കുന്നത് ആ വ്യക്തിയെ മാത്രമല്ല, മറിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ കൂടിയാണ് അവഹേളിക്കുന്നതെന്നാണ് BJPയുടെ വാദം. ഭരണകക്ഷി അംഗങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരു ഗൗരവകരമായ കാര്യമെന്തെന്നാൽ ചെയർപേഴ്സന്റെ ഉത്തരവുകൾ സെക്രട്ടറി നടപ്പിലാക്കുന്നില്ലെന്നാണ്. പകരം ചെയർപേഴ്സണെ മറികടന്നുകൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. അങ്ങനെയെങ്കിൽ നാളിതുവരെ ചെയർപേഴ്സൺ സെക്രട്ടറിക്കൊരു നോട്ടീസ് അയക്കുകയോ വിശദീകരണം തേടുകയോ ചെയ്തിട്ടില്ലെന്നും മനോജ് പറഞ്ഞു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.